ദാശോ ആ എന്തൊരു പരിപാടി? പരിപാടിയില്ല. അന്നനെ കഴിക്കാൻ പോയാലോ? അന്നോ? അന്നദാനം കഴിക്കാൻ പോയാലോന്ന്. പോവാം എങ്കിൽ ശരി, വണ്ടി ഇട്. അന്നദാനം. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്ന് നേരെ പോകുമെന്ന് പറഞ്ഞാൽ ചിറയൻകീഴുള്ള തെക്കേവിളം ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ്. അവിടെ നിന്ന് നല്ല അടിപൊളി സമൂഹ സദ്യ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനും അശ്വനൊന്നും നോക്കില്ല, നേരെ അങ്ങോട്ട് വെച്ചു വിട്ടു. പോണ വഴിക്ക് അശ്വൻ്റെ ഒരു പാട്ട്, അങ്ങനെ പാട്ടൊക്കെ പാടി അശ്വ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോണ പോക്കിലാണ് നമ്മൾ വിചാരിച്ചത് നമ്മളെ വയറ് മാത്രം നിറഞ്ഞാൽ പോരല്ലോ, നമ്മളെ പോണ വണ്ടിയുടെ വയറും കൂടെ നിറയ്ക്കണം. അങ്ങനെ നമ്മൾ നേരെ പെട്രോൾ പമ്പിൽ കയറി നമ്മൾ എണ്ണയൊക്കെ അടിച്ച് നേരെ ചിറയൻകീഴോട്ട് അടിച്ചു വിട്ടു. അവിടെ പിന്നെ ട്രെയിൻ വരുന്നതുകൊണ്ട് ചെക്ക് പോസ്റ്റ് അടവായിരുന്നു. പിന്നെ നമ്മൾ നേരെ ക്ഷേത്രത്തിലെത്തി. ഇതാണ് കേട്ടോ ക്ഷേത്രം. ചെന്ന പാടെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ ക്യൂവിൽ കയറി അങ്ങ് നിന്നു. അശ്വൻ്റെ മുഖത്ത് വിഷമം കണ്ട അന്നദാനം കൊടുത്തു തുടങ്ങിയില്ല. അങ്ങനെ നമ്മൾ ക്യൂവിലൊക്കെ നിന്ന് അങ്ങനെ അവസാനമായപ്പോൾ നമുക്ക് അന്നദാനം കിട്ടിയേട്ടാ. നല്ല അടിപൊളി ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പപ്പടം, പരിപ്പ് തൊട്ട് അങ്ങ് എല്ലാം അടിപൊളിയായിരുന്നു. കിട്ടിയ പാടെ കിട്ടാത്ത പാടെ അശ്വൻ അങ്ങോട്ട് കഴിപ്പും തുടങ്ങി. പിന്നെ ഞാനും നോക്കിയില്ല, ഞാനും അങ്ങോട്ട് വാങ്ങി. നല്ല അടിപൊളി സൂപ്പർ സദ്യയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. കറിയുടെ ആ മാങ്ങയൊക്കെ തൊട്ടങ്ങോട്ട് കഴിക്കുമ്പോൾ കിട്ടുകാച്ചായിരുന്നു. അവസാനം ആ ബ്രഹ്മശ്രീ പായസവും ആ പഴവും കൂടെ ഞാൻ അവിടെ ഇങ്ങോട്ട് കഴിച്ച സത്യമായിട്ടും സ്വർഗ്ഗം, മാമാ സ്വർഗ്ഗം എന്ന് പറയില്ലേ, അതേപോലെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.